അപ്പം നമുക്കേ ഒരു കൂട് പിരിച്ച് നമ്മൾ മാറ്റുകയാണ്. മാറ്റുമ്പോൾ നമ്മൾ റാണി സെല്ല് കൊടുത്ത് തന്നെ, അതായത് റാണി സെല്ലോ റാണിയോ കൊടുത്ത് തന്നെ നമ്മൾ മാറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിരിച്ച് മാറ്റാനുള്ള പെട്ടി എവിടെ? അതെ, അത് തൊട്ടടുത്ത് ഇവിടെ വെച്ചാൽ മതി. ഇപ്പുറത്ത് വന്നാൽ സാർ ഒരു മാറ്റി നമ്മൾ പെട്ടി പുതിയൊരു പെട്ടി കൊണ്ടുവന്നു. അതിനകത്തെ ഫ്രെയിമുകൾ നമ്മൾ മാറ്റി ഇനി നമ്മൾ ഇതിൽ നിന്ന് എടുത്തു വെക്കുക ചെയ്യുന്നു. അപ്പോൾ റാണി ഇല്ലാത്ത ഒരു നമ്മളിത് ഇപ്പം 5 അടയായിട്ടുള്ളൂ, 3 2 പിരിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ അടയെടുത്ത് നോക്കുക, അതിനകത്ത് റാണി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ മറ്റേ പെട്ടിയിലേക്ക് വെക്കാനായിട്ട്. പന്ത്രണ്ടോടെയാകുമ്പോൾ 4ാമത്തെ ക്ലാസ് അതിലുണ്ട് തന്നെ റാണിയുണ്ട്. ഈ മറുവശത്തോട്ട് വന്നു, അപ്പുറത്തോട്ട് വന്നു. ഇത് എവിടെയാണ്? അപ്പൊ നമ്മൾ ഇതിൽ റാണിയെ കണ്ടിട്ടുണ്ട്. റാണിയെ കാണുന്നില്ല, വേണ്ട താഴെ ഇരിക്കണം. കണ്ടോ ചുമപ്പുളറുള്ള കണ്ടോ വലുപ്പമുള്ള കണ്ടല്ലോ. അപ്പൊ ഇതിനെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്, ഇത്ര നേരമായിട്ടും കണ്ടില്ലായിരുന്നു. ഞാൻ പ്രത്യേകം പറഞ്ഞത് സ്പേസ് കറക്റ്റ് ആവും. ഫ്രെയിമും കൂടെ 3 കാലി ഫ്രെയിമും കൂടെ അത് റാണി ഉള്ളോ? മാതൃ കോളനി അവിടെ പുതിയ കോളനി മാതൃ കോളനി മാറ്റുന്നു. കുറെ ഈച്ചകളോട് അതിനകത്ത് വരാൻ വേണ്ടി ഇത് പിരിച്ചു കൊടുക്കുമ്പോൾ ഈച്ച നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആവശ്യത്തിന് ഈച്ച അതിനകത്ത് കയറണം. കൊടുക്കുന്ന കോളനിയിൽ അത് നമ്മൾ ഇത് കുറച്ചുകൂടി ഈച്ച കയറേണ്ടതാണ്. ഇപ്പൊ വെളിയിലുള്ള ഈച്ചയോട് ഇതിനകത്ത് വരും. അപ്പോൾ ആവശ്യമാവും. പറന്നു വരുന്നവരെല്ലാം റാണി ഉള്ളതുകൊണ്ട് അങ്ങോട്ടങ്ങ് പോകും. ഓൾട്ടർനേറ്റീവ് അട ഇടണം എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ പിരിക്കൽ പ്രായോഗികമായിട്ട് ശരിക്കും ഇപ്പോഴത്തെ സ്ഥിതിക്ക് 2 അട റാണി കിട്ടിയാൽ കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇതുപോലെ നല്ല വിരിയാനുള്ള നല്ല അടയായിരിക്കാം. ഈച്ച വിരിയാനുള്ള നല്ല അട വേണം. അല്ലാതെ ചുമ്മാ ഉണക്കിയത് കൊടുത്തൊരു കാര്യമില്ല. വിരിയാനുള്ള അട കൊടുത്ത് ഇവര് വളർന്ന 2 പുതിയ റാണി ഇപ്പൊ ഇട്ട് കൊടുക്കുമല്ലേ? അതെ അതെ അതെ. വളർന്നു വരാൻ താമസിച്ചോ ഇല്ല. ഈ ആയതുകൊണ്ടും ഇപ്പൊ തന്നെ ഇപ്പൊ ഇതിനകത്ത് റാണിയെ മാറ്റിയില്ലേ? ഇപ്പൊ തന്നെ റാണി കൊടുത്ത് കാണിക്കാം. റാണി കൊടുത്തേ ഇവിടെ കൊടുക്കില്ല. ഇതിൽ റാണിയുണ്ട്. സെറ്റ് ചെയ്ത് ആൾക്കാർ കൊണ്ടുവയ്ക്കാനും. അതെ, അപ്പൊ ഇത് റാണിയുണ്ട്. റാണിയുണ്ട്. അപ്പൊ ഇന്നത്തല്ലേ റാണി കൊടുക്കണ്ടേ? അപ്പുറത്തുനിന്ന് റാണിയുണ്ട്. കയറി വരും. നല്ല ഇത് ആദ്യം അറിയിച്ചാൽ മതി. നമ്മൾ പുതിയ റാണി ഇത് അല്പസമയത്ത് മുമ്പ് വിരിഞ്ഞ റാണിയാണ്. പുതിയ റാണിയാണ്. ഇപ്പൊ സാറ് മുമ്പേ പറഞ്ഞില്ലേ, തത്വം പറഞ്ഞില്ലേ, കുഞ്ഞിനെ ആരും ഉപേക്ഷിക്കല്ല. ഇതിന് പുതിയ ഇറങ്ങിയതിൻ്റെ മണം ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് റെഡി കൊടുത്താൽ അവൻ സ്വീകരിക്കും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. പക്ഷെ എങ്കിലും നമുക്ക് അത്ര ചെറിയ ശതമാനം സാധ്യത കുറവുണ്ട്. അതിന് നമ്മൾ എന്താ ചെയ്യുന്നറിയാമോ?
ഇച്ചിരി തേൻ അല്ലേ? അവിടുന്ന് കുറച്ച് തേൻ നമ്മുടെ കൂട്ടിലുള്ളിടത്ത്. ഈ കൂട്ടിലെ തേനാണിത്. ആ കൂട്ടത്തിൽ തന്നെ ഈ കൂട്ടിലെ തേന് ഇച്ചിരി ഇതിൻ്റെ പുറത്തോടെ പറ്റി കഴിയുമ്പോൾ ഈ കൂട്ടിലെ സ്മെല്ല് തന്നെ ഇതിൻ്റെ പുറത്ത് ഉണ്ടാവും. പുറത്ത് അപ്പോൾ ഇത് എന്നിട്ട് നമ്മളിത് നമ്മൾ ഒരു കാരണവശാലും പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. ഒരെണ്ണം കൂടെ കാണാം. വിരിഞ്ഞ റാണിക്ക് മതി, അല്ലാത്തതിന് വേണ്ട. എല്ലാത്തിനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കോളനികൾ പിരിച്ച് അപ്പം തന്നെ കൊടുക്കാനുള്ളതാണ്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നമില്ല. പക്ഷേ മൂത്ത റാണിയാണെങ്കിൽ 3-4 ദിവസമായ റാണിയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് കൊടുത്താൽ പരാജയപ്പെടാൻ സാധ്യത വളരെ കൂടുതൽ. സാറ് തന്നെ പറഞ്ഞു സാറേ. അതിനുശേഷം ഇതിനെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് പതുക്കെ ഇങ്ങനെ വെക്കണം. വെച്ച് കഴിഞ്ഞ് വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ അപ്പം തന്നെ അടച്ചേക്കണം കേട്ടോ, എങ്കിലേ ഇവർ സേഫായിട്ടിരിക്കുള്ളൂ. ഇവർക്ക് ഇരുട്ട് അപ്പോൾ അത് തുറന്നിറങ്ങിക്കോളൂ. തന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ ഇപ്പം ഈച്ച വന്നാൽ പൊഞ്ഞ് കഴിയുമ്പോഴത്തേന് 2 മിനിറ്റ് ഉണ്ടായി സ്മെല്ലാവും. 2 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം. ഈച്ചൊന്ന് ഇറങ്ങിക്കോട്ടെ, റാണി ഇറങ്ങിക്കോട്ടെ. ഇപ്പൊ പൊതിഞ്ഞു കാണും അല്ലേ? അല്ല, മണമുള്ളതുകൊണ്ട് നമ്മൾ പരമാവധി ഇതിൻ്റെ ഒരു ചെറിയ ടൈം കൊടുക്കണ്ടേ. അപ്പോൾ അത് കിട്ടും. റാണിയുണ്ട് എല്ലാം ഉണ്ട്. ഇതിന്റെ ആള് ലൈൻ നിന്നേ. ഇത്രയും നേരം തുറന്നു വെച്ചാൽ ഇതിൻ്റെ ആൾ ലൈൻ നിന്ന് ഇത്രയും തുറന്നു വെച്ചാൽ നിങ്ങൾ കുത്തുപടി കൊടുത്തല്ലേ? കാരണം ഇത്ര ആൾക്കാരെ വെച്ച് അതല്ല, ആളില്ലാഞ്ഞില്ല. അത് ശ്രദ്ധയുടെ കുറവും തീർച്ചയായിട്ടുള്ള അതായത് വലിച്ച് മുറുക്കി കെട്ടുന്നത് കണ്ടോണേ. പാണ്ടിക്കൽ എന്നാണ്ട് വലിച്ചെറിഞ്ഞാൽ പോകില്ല. പോകില്ല. മരമല്ലാതെ ഇതിന് വേറെ ആരും ഇല്ല. റാണി ഉള്ളിൽ അവരുടെ തേനും ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഉറക്കും. തുറന്നു നോക്കി കൊടുക്കുന്നോ? അവൾ പുറത്തിറങ്ങി പോയോ? ഒരു 10 മിനിറ്റ് ഇറങ്ങി. അവളിറങ്ങി അവളവളുടെ വഴിക്ക് പോയി. അത് ഇടയ്ക്ക് ഇറങ്ങി. അല്ല, അതങ്ങ് എടുക്കാൻ പറ്റില്ല. തേൻ കുടിക്കാം. തുറന്നായിരിക്കുന്നേ. അതെ പോയി. ഇതിനകത്ത് റാണി ഇറങ്ങി താഴെ പോയി. റാണിയൊക്കെ ഇറങ്ങി റാണിയുടെ വഴിക്ക് പോയി. അത്രേ ഉള്ളൂ. നമ്മൾ ഇതിനകത്ത് പിരിച്ചതിൽ റാണി ഉള്ളത് നമ്മൾ ഈ കൂട്ടിലേക്ക് വെച്ച് കൊടുത്തു. റാണി ഇതിനകത്തുണ്ട്. അതിനെ നമ്മൾ വാതിലടച്ചു. ഇത് ഒരാൾക്ക് ഇപ്പോൾ തന്നെ കൊണ്ടുപോകാം. കാരണം അതിനാവശ്യമുള്ള ഈച്ചയും അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് പുതിയ കൂട്ടിലേക്ക് നമ്മൾ റാണി സെല്ല് വിരിഞ്ഞ് റാണിയെ തന്നെ ഇറക്കി വിട്ടു. അവർ ഇപ്പോൾ തന്നെ അതിനകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇത് എന്താ കേജ് നമ്മളിങ്ങനെ എടുക്കും. അവർ അടുത്തൊരു സെറ്റായിട്ട് ഇവിടെ, ഇത് വേറൊരു സെറ്റായി. അത് അതെ, ഈ മൂടാപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ഉച്ച സമയം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഈച്ച മുഴുവൻ വന്നിട്ടുണ്ട്. അതുപോലെ വലിയ പുറത്ത് പോയിരിക്കുന്ന ഈച്ചകളും മിക്കാറും ഉള്ളതെല്ലാം ഇതിനകത്ത് 10% പുറത്തുള്ളൂ. അത് ഇവരെ വന്ന് ഇവിടെ വന്നു. അതെ, സാറ് പറഞ്ഞാൽ വെച്ചാൽ രാവിലെയും വൈകിട്ടും ഇങ്ങനത്തെ പണി കാണിക്കരുത് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് ബി ഒന്നും ഇതിനകത്ത് കാണത്തില്ല. അപ്പോൾ ഓൺലി പരാജയപ്പെടാൻ സാധ്യത കൂടുതൽ അല്ല സാറേ? അതെ, ഉച്ച സമയത്ത് നമുക്ക് മേടിച്ചോ